വായന വൈബ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 5 പ്രത്യേകത എന്താ? എല്ലാവർക്കും അറിയാം, മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ബഷീറിൻ്റെ ചരമദിനമാണ് ജൂലൈ 5. കേരളത്തിൽ ബഷീർ ദിനമായി അന്ന് ആചരിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1908 ജനുവരി 12 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാച്ചുമ്മ. അവരുടെ 6 മക്കളിൽ മൂത്ത മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. 2 സഹോദരിമാരാണ്. പ്രശസ്തമായ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും പിന്നെ ആനുമ്മയും. സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ, അനീഫ, അബൂബക്കർ. ബഷീറിൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ഫാത്തിമ ബഷീർ. ഫാബി എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഫാത്തിമയിലെ ഫായും ബഷീറിലെ ബായും ചേർത്തുകൊണ്ടാണ് ഫാബി എന്ന് ചേർത്തിരുന്നത്. അവർക്ക് 2 മക്കളാണുള്ളത്, ഷാഹിന ബഷീറും അനീസ ബഷീറും. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ച ദിവസമാണ് ജൂലൈ 5. 1994 ജൂലൈ 5 ബേപ്പൂരിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മലയാള നോവലിസ്റ്റ്, കഥാകൃത്ത്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നാടൻ ഭാഷാ പ്രയോഗങ്ങളുമായി നർമ്മത്തിൽ പൊതിഞ്ഞ എഴുത്തുരീതിയാണ് ബഷീറിനെ സാധാരണക്കാരുടെ സ്വന്തം എഴുത്തുകാരനാക്കിയത്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഭാഷാ പ്രയോഗങ്ങൾക്കും അപ്പുറം അതുവരെ അർത്ഥമില്ലാതിരുന്ന വാക്കുകൾക്ക് പോലും വിവിധ അർത്ഥതലങ്ങളിൽ ബഷീറിലൂടെ പുനർജനിച്ചു. ബെഡുക്കൂസും ലൊഡുക്കൂസും ചിരിപ്പിടിയും ബുദ്ദുസുമെല്ലാം വായനക്കാരുടെ സ്വന്തം വാക്കുകളായി മാറി. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലുമായി. ഗാന്ധിജിയെ കാണാനുള്ള അടക്കാനാകാത്ത ആഗ്രഹം മൂലം വീട് വിട്ടിറങ്ങിയ ബഷീർ കോഴിക്കോട്ടെത്തി ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ വാചകങ്ങൾ ഇന്നും നമ്മെ കോർമായി കൊള്ളിക്കുന്ന ഒന്നാണ്. ഒളിച്ചോട്ടത്തിൻ്റെ നാളുകളിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു. പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി സഞ്ചാരം. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ പല ഭാഷകളും ഗ്രഹിച്ചു. തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം. ഈ ജീവിത അനുഭവങ്ങളിലൂടെ എഴുതപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും ഇന്നും ആളുകൾ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കൃതി തന്നെ അനേകം പ്രാവശ്യം ആളുകൾ വായിക്കുന്നതും ഒരുപക്ഷെ ബഷീറിൻ്റേതായിരിക്കും. ബഷീറിൻ്റെ ഒരു കൃതി എന്നല്ല, എല്ലാ കൃതികളും പ്രശസ്തമാണ് എന്നതാണ് ഈ സാഹിത്യകാരനെ ഏറെ വ്യത്യസ്തനാക്കുന്നത്. ബഷീറിനൊപ്പം ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് ഫാബി ബഷീർ എഴുതിയ ഗ്രന്ഥമാണ് ബഷീറിൻ്റെ ഇടിയെ എന്ന ആത്മകഥ. മലയാള സാഹിത്യത്തിലെ ഈ അനശ്വര സാഹിത്യകാരനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.